പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം തരം ഹിന്ദി വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പുൽ ബനീധി മാം എന്ന് പറയുന്ന കവിത, നരേന്ദ്ര പുണ്ടരീകിൻ്റെ പുൽ ബനീധി മാം എന്ന് പറയുന്ന കവിത. ഈ കവിതയുടെ രണ്ടാമത്തെ ഖണ്ഡികയെക്കുറിച്ച് ചിലർ സംശയം പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ഖണ്ഡിക എടുത്തിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടില്ല. അതുപോലെ അതിലെ ചോദ്യോത്തരങ്ങൾ വീഡിയോയിൽ വന്നിട്ടില്ല. അപ്പോൾ ആ ഭാഗമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. पिता के बाद हम भाइयों के बीच पुल बनी माम, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बुढ़ा रही है माम. ഇപ്പോൾ പുൽ ബനീധി മാം എന്ന് പറയുന്ന കവിത നരേന്ദ്ര പുണ്ടരീക് എന്ന് പറയുന്ന ഹിന്ദി കവിയുടെ കവിതയാണ്. പിതാക്കെ ബാദ് ഹം ഭായിയോं के बीच पुल बनी माम, अचानक नहीं टूटी, धीरे धीरे टूटती रही. हम देखते रहे और मानते रहे कि बुढ़ा रही है माम. അപ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷം ഹം ഭായിയോं के बीच, ഞങ്ങൾ സഹോദരന്മാർക്കിടയിൽ, കെ ബീച്ച് മധ്യത്തിൽ, ഇടയിൽ, മധ്യം എന്ന് പറഞ്ഞാൽ സെൻറ്റർ, സഹോദരന്മാരുടെ ഇടയിൽ, പുൽ ബനി മാം പാലമായിരുന്ന അവരെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന അമ്മ, അച്ചാനക് നഹീൻ ടൂട്ടി, പെട്ടെന്നല്ല പൊട്ടിയത്. ഇവിടെ പൊട്ടുക എന്ന് പറഞ്ഞാൽ വൃദ്ധയാവുക, പെട്ടെന്നല്ല വൃദ്ധയായത്. ധീരെ ധീരെ ടൂട്ടത്തി രഹി, ധീരെ ധീരെ മെല്ലെ മെല്ലെ, സ്ലോലി, ടൂട്ടത്തി രഹി പൊട്ടിക്കൊണ്ടിരുന്നു, വൃദ്ധയായിക്കൊണ്ടിരുന്നു. ഹം ദേഖ്തേ രഹേ ഔർ മാൻതേ രഹേ, ഞങ്ങൾ ആ മെല്ലെ മെല്ലെ വൃദ്ധാവസ്ഥയിലേക്ക് വഴുതി വീഴുന്ന അമ്മയെ നോക്കിക്കൊണ്ടിരുന്നു. ഔർ മാൻതേ രഹേ, ഞങ്ങൾ കരുതി, ഞങ്ങൾ അംഗീകരിച്ചു. ബുഢാ രഹി ഹേ മാം, അപ്പം അമ്മയുടെ ഓരോ പ്രവർത്തനങ്ങളും കണ്ട് ഞങ്ങൾക്ക് മനസ്സിലായി, ബുഢാ രഹി ഹേ, വൃദ്ധയാവുകയാണ് അമ്മ. അർത്ഥം, പിതാക്കെ ബാദ്, പിതാക്കി മൃത്യു കെ ബാദ്, അച്ഛൻ്റെ മരണത്തിന് ശേഷം, അച്ചാനക് പെട്ടെന്ന്, ടൂട്ട പൊട്ടിയ, ധീരെ ധീരെ ടൂട്ടത്തി രഹി, ധീരെ ധീരെ ദുർബൽ ഹോന, മെല്ലെ മെല്ലെ ദുർബലയാവുക, വയസ്സാവുക, വൃദ്ധയാവുക. മാൻതേ കരുതുക, അംഗീകരിക്കുക. മാനിന എന്നാ ശരിക്കുള്ള വാക്ക്. മാൻതേ എന്നുള്ളതിൽ നമ്മൾ അത് ശരിക്ക് എഴുതേണ്ടത് മാനിന, കരുതുക, അംഗീകരിക്കുക. टूटा പൊട്ടിയ, टूटना പൊട്ടുക. बुढ़ा रही है, उम्र बढ़ना, बुढ़ा रही है, उम्र बढ़ती है, വയസ്സ് കൂടുന്നു. പ്രശ്നമെങ്കിൽ ഉത്തർ ലിഖേ. ഇത് നമ്മൾ ഈ ചോദ്യങ്ങളില്ലാന്ന് പറഞ്ഞത്. 11. പിതാക്കെ ബാദ് മാനെ ക്യാ ഹേ. പിതാക്കെ ബാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാക്കെ ബാദ് കാ മത്ലബ് ഹേ പിതാക്കി മൃത്യു കെ ബാദ്. മൃത്യു എന്ന് പറഞ്ഞാൽ മരണം. അത് സ്ത്രീലിംഗ പദമായത് കൊണ്ടാണ് അതിൻ്റെ മുമ്പിൽ കീ എന്ന് ചേർത്തത്. ധീരെ ധീരെ ടൂട്ടത്തി രഹി സേ ആപ്പ് ക്യാ സമജ്തേ ഹേ. ധീരെ ധീരെ ടൂട്ടത്തി രഹി, ഹം ധീരെ ധീരെ ടൂട്ടത്തി രഹി കാ मतलब है धीरे धीरे कमज़ोर होती गई, बूटी होती गई. कमज़ोर എന്ന് പറഞ്ഞാൽ ദുർബല. യഹാം ടൂട്ടന കാ മത്ലബ് ക്യാ ഹേ. ഇവിടെ ടൂട്ടന എന്നുള്ളതിൻ്റെ മത്ലബ്, അർത്ഥം എന്താണ്? യഹാം ടൂട്ടന കാ മത്ലബ് ഹേ കംസോർ ഹോന, ബുജുർഗ് ഹോന. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ ഒരു അർത്ഥം ഉണ്ടല്ലോ അല്ലേ, ബൂഠ ഹോന. बूढ़ा होना आदि. बूढ़ा रहना से आप क्या समझते हैं? आंसर, बूढ़ा रहना का मतलब है बूढ़ा बनना या बुजुर्ग बनना या उम्र बढ़ना. इधर संगति. मांग के टूटने को उसकी मानसिक स्थिति से क्या कोई संबंध है? मानसिक रूप से वह धीरे धीरे कमज़ोर होती गई. शरीर पर बुढ़ापे का असर दिखने लगा. शारीरिक और मानसिक रूप से वह दुर्बल हो गई. यानी
धीरे धीरे टूटती रही से आपने क्या समझा? किसी का टूटना क्या होता है? शारीरिक और मानसिक रूप से दुर्बल होना। मां का टूटना क्या होगा? मां കംസോർ होने लगी, दुर्बल होने लगी, बूटी होने लगी. നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കന്നെ. माम को क्या बेटे ठीक तरह से समझने लगे? नहीं, बेटे केवल देखते रहे. अर्थात जाने अनजाने बेटे अपनी माम की उपेक्षा करने लगे. पिता की मृत्यु के बाद मां की देखभाल की जिम्मेदारी किनके ऊपर आ गई? पिता की मृत्यु के बाद मां की देखभाल की जिम्मेदारी बेटों के ऊपर आ गई. मां की अवस्था देखकर बेटों ने क्या सोचा? बेटे मानते रहे कि मां शारीरिक और मानसिक रूप से दुर्बल हो गई है, वह बुढ़ा रही है. इस खंड का आशय लिखो. पिता की मृत्यु के बाद भी भाइयों के बीच माम पुल बनी रही, लेकिन उम्र बढ़ने के साथ माम धीरे धीरे टूटने लगी, यानी शारीरिक और मानसिक रूप से वह कमज़ोर होती गई. उसके शरीर पर बुढ़ापे का असर दिखने लगा. उनकी अवस्था देखकर बेटे समझते गए कि मां बूटी हो गई है. അപ്പോൾ ഇത്രയാണ് ഈ രണ്ടാമത്തെ ഖണ്ഡികയിൽ ഉള്ളത്.